ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യയിലെ നദികളെ കുറിച്ചുള്ള ഇന്ത്യൻ റിവർ സീരീസ് എന്നുള്ള ഒരു വീഡിയോ സെഷനിൽ നമ്മൾ സിന്ധു, ഗംഗ പോലെയുള്ള പ്രധാന നദികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവ രണ്ടും ഹിമാലയൻ നദികളാണ്. അതുപോലെ ഹിമാലയൻ നദികളിൽ മൂന്നാമതൊരു നദി, അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിങ്ങനെ മൂന്നാമത്തെ നദിയായ ബ്രഹ്മപുത്രയെ കുറിച്ചാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി മുൻപ് നമ്മൾ ചോദിച്ച പോലെയുള്ള ചോദ്യങ്ങളും അതുപോലെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിൽ അവയെ ആൻസറിലേക്ക് എത്തിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ തയ്യാറാക്കിയ നോട്ടുകളുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ റിവൈസിന്റെ ഈ ഒരു സെക്ഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മുൻ ക്ലാസ്സുകൾ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ബ്രഹ്മപുത്ര നദിയെ കുറിച്ചുള്ള ഈ ഒരു ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യാം, കീപ്പ് ചെയ്ത് പോവാം. സോ ലെറ്റ്സ് റിവൈസ് അബൌട്ട് ദി ബ്രഹ്മപുത്ര റിവർ ഓഫ് Himalayan rivers in India. So let's start. അപ്പോൾ ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകളിൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ട പോയിന്റാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജലപ്രവാഹമുള്ള നദി. അതാണ് ഏത്? ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്ന, ഇന്ത്യയിലെ പുരുഷ നാമമുള്ള, ഇന്ത്യയിലെ ചുവന്ന നദി എന്നെല്ലാം അറിയപ്പെടുന്ന ഈ ബ്രഹ്മപുത്ര ഒരു ഹിമാലയൻ നദിയാണ്. കൂടാതെ ആൺ നാമമുള്ള അല്ലെങ്കിൽ പുരുഷ നാമമുള്ള ഒരു ഇന്ത്യൻ നദിയാണ് എന്ത്? ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത്. അതായത് ബ്രഹ്മാവിന്റെ പുത്രൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു നദിയാണ് ഏത്? ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. സോ അടുത്ത പോയിന്റിൽ നമുക്ക് ഉത്ഭവം ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനി, അതായത് ഗംഗ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗംഗോത്രി ഗ്ലേസിയർ, അതുപോലെ സിന്ധു മാനസരോവർ തടാകത്തിൽ നിന്നുള്ള ഹിമാനിയിൽ നിന്ന് എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനി, മാനസരോവറിനടുത്തുള്ള ചെമയുങ്തുങ് എന്നറിയപ്പെടുന്ന ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ഇനി ടിബറ്റിൽ ഈ പറയുന്ന ബ്രഹ്മപുത്രയെ വിളിക്കുന്ന പേര് സാങ്പോ എന്നാണ്. അതുപോലെ സാങ്പോ എന്ന വാക്കിന്റെ അർത്ഥം ശുദ്ധീകരിക്കുന്നവൾ എന്നാണ് മീനിങ്. അപ്പോൾ ഇവിടെ ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് സാങ്പോ എന്നും, അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ കാനിയോണുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ നദി ഒഴുകുന്നത്. അപ്പോ ഈ പറയുന്ന ഒരു 3 പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യാം, ഇത് താഴെ തന്നിരിക്കുന്നവയിൽ ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ടത് ഏത് എന്ന് പറയുമ്പോൾ ഈ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യാം, കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്ര റിവറിനെ കുറിച്ച് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളുടെ പഠനം കൊണ്ടുപോകാൻ. സോ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് കൂടെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാനുള്ള പോയിന്റുകൾ ഓർത്തിരിക്കണം. ആ രീതിയിലുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഇപ്പോഴത്തെ PSC പരീക്ഷകൾക്ക് നമുക്ക് നിർബന്ധമായിട്ടും ആവശ്യമുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കാനായിട്ട്. സോ അടുത്ത പോയിന്റ്, ഇന്ത്യയിലേക്ക് ബ്രഹ്മപുത്ര കടക്കുന്നത് നാംജ ബർവ എന്നറിയപ്പെടുന്ന കൊടുമുടിക്ക് ചുറ്റും ഒരു യൂട്ടേൺ എടുത്തിട്ടാണ്. അതായത് ഒരു കൊടുമുടി, നാംജ ബർവ എന്ന് പറയുന്ന കൊടുമുടിയെ ചുറ്റിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലേക്ക് ബ്രഹ്മപുത്ര പ്രവേശിക്കുന്നത്. അത് അരുണാചൽ പ്രദേശിലാണ്. സോ എവിടെയാണ് നാംജ ബർവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് അരുണാചൽ പ്രദേശ് മാർക്ക് ചെയ്യാം. ഈ ഒരു പോയിന്റ് നിർബന്ധമായിട്ട് നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരാണ് ദിഹാങ് എന്നുള്ളത്. സോ 2 പേര് നമ്മളിപ്പോ പഠിച്ചു. ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നും അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ദിഹാങ് എന്നുമാണ്. സോ ആ 2 പോയിന്റുകൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. ബ്രഹ്മപുത്രയുടെ മറ്റു 2 പേരുകളായിട്ട് നമ്മൾ അതിനെ പഠിക്കുക. ഇനി അസാമിൽ എത്തുമ്പോഴാണ് എന്ത് ബ്രഹ്മപുത്ര എന്നുള്ള നാമമായിട്ട് മാറുന്നത്. നമ്മൾ ഗംഗാനദി പഠിച്ച സമയത്ത് അതിന്റെ ഉത്ഭവം ഗംഗ എന്ന പേരിലല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ. ഇത് ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്പോ എന്നും, എന്നാൽ അത് അരുണാചൽ പ്രദേശിലേക്ക് എത്തുന്ന സമയത്ത് ദിഹാങ് എന്ന് വിളിക്കുന്നു. ഇനി ഇത് ആസാം എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റിൽ എത്തുന്ന സമയത്താണ് ബ്രഹ്മപുത്ര എന്നുള്ള പേര് ഈ പറയുന്ന നദിക്ക് ലഭിക്കുന്നത്. ഇനി ബംഗ്ലാദേശിൽ ഈ പറയുന്ന ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേരാണ് ജമുന. സോ നമ്മളിപ്പോ 4ഓളം പേരുകൾ ഈ പറയുന്ന ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ചുവന്ന നദി, ഇന്ത്യയിൽ പുരുഷനാമമുള്ള നദി, സാങ്പോ എന്നറിയപ്പെടുന്ന നദി, ദിഹാങ് എന്ന് വിളിക്കുന്ന നദി. സോ ഇത്തരത്തില് 4ഓളം പേരുകൾ, ജമുന, ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ജമുന, ഇങ്ങനെ 4ഓളം പേരുകളും വിശേഷണങ്ങളും എല്ലാം ഈ പറയുന്ന ബ്രഹ്മപുത്രയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ ഇത്തരം പോയിന്റുകളെല്ലാം ഓർത്തിരിക്കുക. സോ നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം. ഇവിടെ ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ, ഏറ്റവും കൂടുതൽ ജലപ്രവാഹമുള്ള ഇന്ത്യൻ നദിയാണ്, ഇന്ത്യയിലെ
ഏറ്റവും കൂടുതൽ ജലപ്രവാഹമുള്ള നദി. ഇനി ചുവന്ന നദി, ഇന്ത്യയിലെ റെഡ് റിവർ അല്ലെങ്കിൽ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഇനി ആൺനാമമുള്ള നദി. അതുപോലെ ചമയങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ചമയങ്തുങ് ഹിമാനി മാനസരോവറിനടുത്തുള്ള ചമയങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ ഈ ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്പോ എന്നും, ഇനി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ജമുന എന്നും, അതുപോലെ അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്ന പേര് ദിഹാങ് എന്നുമാണ് ബ്രഹ്മപുത്രയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പോയിന്റുകൾ. സോ അടുത്തതായിട്ട് ഈ പറയുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ഒന്ന് ദിബാങ്, അതുപോലെ ലോഹിത്, ധൻസിരി, കോപിലി, ഈ പറയുന്നവയാണ് ബ്രഹ്മപുത്രയുടെ ഇടതുപക്ഷ പോഷക നദികൾ. നമ്മൾ ഗംഗാനദി പഠിച്ച സമയത്ത് ഇടതുപക്ഷ നദികൾ എന്നും വലതുപക്ഷ നദികൾ എന്നും രണ്ട് രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബ്രഹ്മപുത്രയുടെ ഇടതുപക്ഷ നദികളാണ് ദിബാങ്, ലോഹിത്, ധൻസിരി, കോപിലി എന്നീ അറിയപ്പെടുന്നവ. ഇനി ഇതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ: ദിബാങ് അരുണാചലിലൂടെ ഒഴുകുന്ന പ്രധാന പോഷക നദിയാണ്. അതുപോലെ ലോഹിത്, ഈ നദിയിലെ ജലം ചുവപ്പ് കലർന്ന മണ്ണുള്ളതിനാൽ രക്തനദി എന്ന് വിളിക്കുന്നു. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ചുവന്ന നദി ബ്രഹ്മപുത്ര എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ പ്രധാനപ്പെട്ട പോഷക നദികളെ ഓർത്തിരിക്കുന്നതിൽ ഈ പറയുന്ന ഇടതുപക്ഷ നദികളായിട്ടും വലതുപക്ഷ നദികളായിട്ടും നമ്മൾ മാറ്റി പഠിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നത്തെ PSC പരീക്ഷകളിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. സാധാരണ രീതിയിൽ ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ നമ്മൾ ലോഹിത്, മാനസ്, ടീസ്ത, സുബാൻസിരി അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഈ പറയുന്ന ദിബാങ്, ലോഹിത്, ധൻസിരി, കോപിലി പോലെയുള്ള ഇടതുപക്ഷ നദികളെന്നും വലതുപക്ഷ നദികളെന്നും മാറ്റി പഠിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ PSC നമുക്ക് തരുന്ന സൂചനകളും ചോദ്യങ്ങളുടെ രീതികളും. അപ്പൊ അത്തരത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് പഠിച്ച് മുന്നോട്ട് പോവുക. ഇനി 3 പോയിന്റുകൾ ഓർത്തിരിക്കാം. അതുപോലെ വലതുപക്ഷ, അതായത് ബ്രഹ്മപുത്രയുടെ വലതുപക്ഷ പോഷക നദികൾ ഏതൊക്കെയെന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ ആണ് നേരത്തെ നമ്മൾ പറഞ്ഞ സുബാൻസിരി, മാനസ്, അതുപോലെ ടീസ്റ്റ എന്നറിയപ്പെടുന്ന 3 നദികൾ. അപ്പോ ലോഹിത്, മാനസ്, ടീസ്ത, സുബാൻസിരി, ദിബാങ് ഈ പറയുന്ന നദികളാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികളായിട്ട് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഈ ലോഹിത് എന്ന് പറയുന്ന നദി ഒരുപാട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോ ലോഹിത് നദിയിലെ ചുവപ്പ് കലർന്ന മണ്ണുള്ളതിനാലാണ് ഇതിനെ രക്തനദി എന്നുകൂടെ വിളിക്കാറുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഇനി ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബാൻസിരി എന്നറിയപ്പെടുന്നത്. സോ സ്വർണ്ണ മണലുകൾ അടങ്ങിയ നദി എന്നും ഈ സുബാൻസിരി അറിയപ്പെടുന്നുണ്ട്. അപ്പോ സ്വർണ്ണ മണലുകൾ അടങ്ങിയ ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏത് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് സുബാൻസിരി. അതുപോലെ ഭൂട്ടാനിൽ നിന്നൊഴുകി എത്തുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് മാനസ് എന്നറിയപ്പെടുന്ന നദി. ഈ മാനസ് നദിയുടെ തീരത്താണ് മനാസ് അല്ലെങ്കിൽ മാനസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പഠിച്ചതാണ് മാനസ് അല്ലെങ്കിൽ മനാസ് ദേശീയോദ്യാനം. സോ ഈ പറയുന്ന അടുത്തതാണ് സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ടീസ്റ്റ എന്നറിയപ്പെടുന്ന നദി. നമ്മൾ പഠിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ഇത് ടീസ്ത എന്നറിയപ്പെടുന്ന ഈ ഒരു നദി. അത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. അപ്പോ സുബൻസിരി, മാനസ്, ടീസ്ത ഇവ 3 ബ്രഹ്മപുത്രയുടെ വലതുപക്ഷ പോഷക നദികളും. മുൻപ് നമ്മൾ കണ്ട ദിബാങ്, ലോഹിത്, അതുപോലെ ധൻസിരി, കോപിലി എന്നിവ ഇടതുപക്ഷ പോഷക നദികളുമാണ്. അതിൽ സുബൻസിരിയാണ് ബ്രഹ്മപുത്രയുടെ തന്നെ ഏറ്റവും വലിയ പോഷക നദി. ഇനി മാനസ് എന്ന് പറയപ്പെടുന്നത് ഭൂട്ടാനിൽ നിന്ന് വരുന്ന നദിയും അതുപോലെ അതിന്റെ തീരത്താണ് മനാസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി ടീസ്ത സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദിയാണ് ടീസ്ത. അപ്പൊ ഇത്രയും പോയിന്റുകൾ നദികളുമായി നമ്മൾ എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം, പോഷക നദികളുമായി ഓർത്തിരിക്കാം. ഇനി മറ്റൊരു പ്രധാന പോയിന്റാണ്, ഒരുപാട് തവണ PSC പരീക്ഷകളിൽ ചോദിച്ച ഒരു കാര്യമാണ് മജുലി ഐലൻഡ് അല്ലെങ്കിൽ മാജുലി ദ്വീപ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലി. ഇത് അസമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ ലാർജസ്റ്റ് റിവറൈൻ ഐലൻഡ് ഇൻ വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അസമിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മപുത്ര നദിയിലുള്ള മജുലി ഐലൻഡ് ആണ്. സോ ഏറ്റവും വലിയ ദ്വീപ്, നദീജന്യ ദ്വീപ് ഏത് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് മജുലി. അതുപോലെ ഈ മജുലി ദ്വീപാണ് ഒരു ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യയിലെ ജില്ല എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ഥലം എന്നറിയപ്പെടുന്നത് മജുലി ദ്വീപാണ്. ഇനി മജുലി ദ്വീപിന്റെ പ്രധാനപ്പെട്ട ഭീഷണിയാണ് എന്ത്, മണ്ണൊലിപ്പ്. അതായത് അവിടെയുള്ള മണ്ണൊലിച്ചു പോകുന്നത് ഈ ദ്വീപിന്റെ നിലനിൽപ്പിനൊരു ഭീഷണിയായിട്ടാണ് നിലവിൽ പറയപ്പെടുന്നത്. സോ ഇത്രയും പോയിന്റുകൾ മജുലി ദ്വീപുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ ഒരേ ഒരു ദ്വീപ് ജില്ല അല്ലെങ്കിൽ ആദ്യത്തെ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്, അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്, ഇത് രണ്ടും മജുലി ഐലൻഡ് എന്നറിയപ്പെടുന്ന അസമിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മപുത്ര നദിയിലെ ഒരു ദ്വീപാണ് മജുലി. സോ ഈ പോയിന്റ് പ്രധാനപ്പെട്ട ഓർത്തിരിക്കുക, കാരണം ഇത് ഒരുപാട് എക്സാമുകളിൽ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല ഏത്, അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏത്, രണ്ടിനും ഒരേ ആൻസർ ആണ് മജുലി ഐലൻഡ് അല്ലെങ്കിൽ മജുലി ദ്വീപ്. ഓർത്തിരിക്കാം, ബ്രഹ്മപുത്ര നദിയിൽ അസമിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി
നദിയുമായി ബന്ധപ്പെട്ട മറ്റു ചില പോയിന്റുകളാണ് പ്രധാനപ്പെട്ട പാലങ്ങൾ. ഇവിടെ ഭൂപൻ ഹസാരിക എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ധോള സാദിയ എന്നറിയപ്പെടുന്ന ഈ ഒരു ബ്രിഡ്ജ് ലോഹിത് നദിക്ക്, നമ്മൾ മുമ്പ് പഠിച്ചു ബ്രഹ്മപുത്രയുടെ ഒരു ഇടതുപക്ഷ പോഷക നദിയാണ് ലോഹിത്. ഈ പറയുന്ന ലോഹിത് നദിക്ക് കുറുകെ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ പാലം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയ്ക്ക് കുറുകെയാണ്. അത് 9.15 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. സോ ലോഹിത് നദിക്ക് കുറുകെയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ധോള സാദിയ അല്ലെങ്കിൽ ഭൂപൻ ഹസാരിക എന്നറിയപ്പെടുന്ന പാലം. അതുപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ബോഗിബീൽ ബ്രിഡ്ജ്. സോ ഈ ഒരു ബോഗിബീൽ ബ്രിഡ്ജ് ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽ റോഡ് ബ്രിഡ്ജാണ് അല്ലെങ്കിൽ റെയിൽ റോഡ് പാലമാണ് ബോഗിബീൽ ബ്രിഡ്ജ്. ഇത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഈ പറയുന്ന ബോഗി എന്നറിയപ്പെടുന്നത് റെയിലുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക. വീലിനെ അല്ലെങ്കിൽ ബീൽ എന്നറിയപ്പെടുന്നത് വീലുമായി റോഡുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെയിൽ റോഡ് ബോഗി ബീൽ, ഈ രീതിയിലെങ്കിലും നമ്മൾ മറക്കാതെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. സോ ബോഗിബീൽ ബ്രിഡ്ജാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽ റോഡ് പാലം. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലവും ബ്രഹ്മപുത്രക്ക് കുറുകെയാണ്. ഏറ്റവും വലിയ റെയിൽ റോഡ് പാലമായ ബോഗിബീലും ബ്രഹ്മപുത്രക്ക് കുറുകെ നിർമ്മിച്ച പാലമാണ്. അതുപോലെ ഓർത്തിരിക്കുന്ന മറ്റൊന്നാണ് നരനാരായൺ സേതു, അസമിലെ പ്രധാന ഗതാഗത മാർഗങ്ങളിൽ ഒന്ന്. ഈ പറയുന്ന 3 പാലങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അതിൽ ഭൂപൻ ഹസാരിക മുൻകാലങ്ങളിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ധോള സാദിയ എന്നറിയപ്പെടുന്ന ഒരു ബ്രിഡ്ജ്, അത് ലോഹിത് നദിക്ക് കുറുകെ ബ്രഹ്മപുത്രയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രഹ്മപുത്രക്ക് കുറുകെ അല്ലെങ്കിൽ ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ഇടതുപക്ഷ പോഷക നദിയായ ലോഹിത്തിന് കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. നീളം 9.15 കിലോമീറ്റർ. അതുപോലെ ബ്രഹ്മപുത്രക്ക് കുറുകെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് റെയിൽ ബ്രിഡ്ജായ ബോഗിബീൽ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇനി മറ്റൊന്നാണ് നരനാരായൺ സേതു. പ്രധാന ഗതാഗത മാർഗങ്ങളിൽ ഒന്നായിട്ട് അസമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മാർഗം അല്ലെങ്കിൽ രീതിയാണ്, അസമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാലമാണ് നരനാരായൺ സേതു. സോ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇതുവരെ നോക്കി വന്നത്. ഇനി സംഗമവും സുന്ദർബൻ ഡെൽറ്റയും. ഈ സുന്ദർബൻ ഡെൽറ്റ ബ്രഹ്മപുത്രയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറയുന്ന ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ വെച്ച് ഗംഗയുമായിട്ട്, അതായത് ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്ന പേരാണ് പത്മ. സോ ഈ പത്മ അതുപോലെ ബ്രഹ്മപുത്ര, അതായത് ജമുന എന്ന പേരിൽ അറിയപ്പെടുന്ന ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന ബ്രഹ്മപുത്ര, നമ്മുടെ ഗംഗയും ബ്രഹ്മപുത്രയും കൂടിച്ചേരുന്ന ആ ഒരു ഭാഗത്ത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നുണ്ട്. ഈ പറയുന്ന സുന്ദർബൻ എന്നറിയപ്പെടുന്ന മേഖലയിൽ അല്ലെങ്കിൽ സുന്ദർബൻ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് വെച്ച് ഈ ഒരു ഡെൽറ്റ രൂപം കൊള്ളുന്നതുകൊണ്ട് തന്നെ അതിനെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്നുകൂടെ വിളിക്കാറുണ്ട്. സോ പത്മ ജമുന അല്ലെങ്കിൽ ഗംഗ ബ്രഹ്മപുത്ര ഇത് രണ്ടും കൂടെ കൂടിച്ചേരുന്ന ഭാഗത്ത് വെച്ച് ഉണ്ടാവുന്ന ഈ ഒരു ഡെൽറ്റയാണ് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയായി കണക്കാക്കുന്നത്. അതാണ് സുന്ദർബൻ ഡെൽറ്റ അല്ലെങ്കിൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. ഇനി ഈ പറയുന്ന സംയുക്ത നദി മേഘ്ന എന്ന പേരിൽ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോ ഗംഗയും ബ്രഹ്മപുത്രയും ഒരുമിച്ച് കൂടി ചേർന്ന് പിന്നീട് അങ്ങോട്ട് ഒഴുകുന്നത് മേഘ്ന എന്ന പേരിലാണ്. അപ്പോ ബ്രഹ്മപുത്രയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുകൾ അതുപോലെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. എക്സാമിന് നമുക്ക് ഉപകാരപ്പെടുന്ന പോയിന്റുകളാണ്. സോ ഇവ ലോകത്തിലെ തന്നെ നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ ഡെൽറ്റയായിട്ട് കണക്കാക്കുന്നത് സുന്ദർബൻ ഡെൽറ്റയാണ്. സോ അല്ലെങ്കിൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ്. ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും പോയിന്റുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പോയിന്റുകളാണ്. ഇനി ഗംഗ അല്ലെങ്കിൽ ഇനി ബ്രഹ്മപുത്ര നദിയുമായി നിങ്ങൾ എന്ത് തന്നെ പഠിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പോയിന്റിന് മുകളിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതുള്ളൂ. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് അത്രയും മുൻപ് പലതവണ ചോദിച്ച ചോദ്യങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലൈഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവയാണ് പ്രധാനമായിട്ടും ഈ നദികളുമായി ബന്ധപ്പെട്ട് ബ്രഹ്മപുത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട പോയിന്റുകൾ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ഉതകുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സോ അടുത്തൊരു നദിയുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. സോ അതുവരേക്കും എല്ലാവരും സ്റ്റേ ഫോക്കസ്ഡ് ഓൺ യുവർ സ്റ്റഡീസ് ഗൈസ്. ഓക്കെ, താങ്ക് യു.